ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ BP എന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ മോസ്റ്റ്ലി പ്രോഫിറ്റ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ കറക്റ്റ് മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൻ്റെ, എങ്ങനെ ചെയ്താലാണ് പ്രോഫിറ്റ് കിട്ടുക എന്നതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ആപ്ലിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ലിങ്ക്, ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഏത് പ്ലാനിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ആ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫേം പ്രോഫിറ്റ് കിട്ടും. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഏൺ ചെയ്യുന്ന ചില ആപ്ലിക്കേഷനുകളുടെ ഡീറ്റെയിൽസാണ് ഞാൻ എൻ്റെ ചാനലിൽ വിശദീകരിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കടമെടുക്കാതെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇത്തരം ആപ്ലിക്കേഷനുകളിൽ ലോസും ഉണ്ടാകും, പ്രോഫിറ്റും ഉണ്ടാകും. അതുകൊണ്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തി ഏൺ ചെയ്യാൻ നോക്കുക. ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഹോം പേജാണ് ഓപ്പൺ ആവുക. ഇതിലെ വാലറ്റിൽ ഒരു 20 രൂപ ഉണ്ടായിരിക്കും. ഈ 20 രൂപ മൈനസ് ചെയ്ത് വേണം റീചാർജ് ചെയ്യാനായിട്ട്. ഹോം എന്നതിൻ്റെ അടുത്തുള്ള ഇൻവെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിലെ പ്ലാനുകളെല്ലാം കാണാൻ സാധിക്കും. ഇതിൽ സ്റ്റേബിൾ, വെൽഫെയർ, ആക്ടിവിറ്റി എന്നീ 3 സെക്ഷനിലാണ് പ്ലാനുകളുള്ളത്. ഇതിൽ സാധാരണ എല്ലാ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിലും 3 സെക്ഷൻ ഉണ്ടായിരിക്കും. ഇതിൽ 3ലും, ചില ആപ്പുകളിൽ 3ലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാനുകൾ സ്റ്റേബിളിലെയും വെൽഫെയറിലെയും പ്ലാനുകൾ മാത്രമാണ്. ഇതിൽ ആക്ടിവിറ്റിയിലെ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി സ്റ്റേബിളിലെ പ്ലാന് നോക്കാം. ഇതിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ട്. എല്ലാം 49 ദിവസത്തെ പ്ലാനുകളാണ്. ഈ പ്ലാനുകളിലെ ഇൻകം നമുക്ക് 49 ദിവസം കഴിഞ്ഞു മാത്രമേ വാലറ്റിൽ ആഡ് ആവുകയുള്ളൂ. അപ്പോൾ മാത്രമേ വിഡ്രോവൽ ചെയ്ത് എടുക്കാൻ പറ്റൂ. അതുവരയ്ക്കും ഈ ആപ്പ് ഉണ്ടാകില്ല, വിഡ്രോവൽ നിർത്തിയിട്ടുണ്ടാകും. ആകെ 25-30 ദിവസത്തിനുള്ളിൽ ഈ ആപ്പ് ക്ലോസ് ആകും. പക്ഷേ ക്ലോസ് ആവില്ല, വിഡ്രോവൽ മാത്രം നിർത്തി ആപ്പ് റണ്ണിങ്ങിലുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റേബിളിലെ ഈ 350 രൂപയുടെ പ്ലാനാണ്. 20 രൂപ മൈനസ് ചെയ്ത് 330 രൂപ മാത്രം ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾ ഈ സ്റ്റേബിളിലെ പ്ലാൻ പർച്ചേസ് ചെയ്യണം. സ്റ്റേബിളിലെ പ്ലാൻ ഒരു ഇൻകവും കിട്ടില്ലെങ്കിലും എന്തിനാണ് പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ മാത്രമേ വെൽഫെയറിലോ ആക്ടിവിറ്റിയിലോ നമുക്ക് ഏതെങ്കിലും പ്ലാനുകൾ വരുമ്പോൾ പർച്ചേസ് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൂടാതെ സ്റ്റേബിളിലെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെയിലി സൈൻ ഇൻ ഓപ്ഷൻ ഓപ്പൺ ആകും. ഡെയിലി സൈൻ ഇൻ ചെയ്താൽ 9 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇതിലെ പ്ലാനുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ വെൽഫെയർ ആയാലും സ്റ്റേബിൾ ആയാലും ആക്ടിവിറ്റി ആയാലും പ്ലാനുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ലക്കി ഡ്രോവും ഉണ്ട്. ഈ സൈനിൽ കിട്ടുന്ന എമൗണ്ടും ലക്കി ഡ്രോയിൽ കിട്ടുന്ന എമൗണ്ടും നമുക്ക് റീചാർജ് വാലറ്റിലാണ് ആഡ് ആകുന്നത്. വെൽഫെയർ പ്ലാൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സ്റ്റേബിളിലെ പ്ലാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. 8 ദിവസം ഡെയിലി ചെക്ക് ഇൻ ചെയ്താൽ അതിലൊരു എമൗണ്ട് ആഡ് ആകും. ആ എമൗണ്ട് മൈനസ് ചെയ്ത് ഈ വെൽഫെയറിലെ 300 രൂപയുടെ പ്ലാൻ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് 600 രൂപ വാലറ്റിൽ ആഡ് ആകും. ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. മിനിമം വിഡ്രോവൽ 106 രൂപ. ഇതേപോലെയുള്ള 2 ആപ്സുകൾ, ഇതേ മെത്തേഡിലുള്ള 2 ആപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. TCS, NTPC, ഈ 2 ആപ്പുകളിലും ഈ മെത്തേഡിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ആപ്പുകളിൽ വീണ്ടും ചില പ്ലാനുകൾ വെൽഫെയറിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ആപ്പിലും വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഞാൻ ഈ പറയുന്ന പ്ലാനുകളല്ലാതെ വേറെ ഒരു പ്ലാനുകളിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ വെൽഫെയർ ഓപ്ഷനിലും നിറയെ 2 ദിവസത്തെ പ്ലാനുകളുണ്ട്. അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ സ്റ്റേബിളിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഫസ്റ്റ് പ്ലാൻ മാത്രമാണ്. അതേപോലെ വെൽഫെയറിലും ആക്ടിവിറ്റിയിലും ഫസ്റ്റ് പ്ലാൻ തന്നെ പർച്ചേസ് ചെയ്യണം. എൻ്റെ താഴെ ജോയിൻ ചെയ്തവർക്ക് ഇതിലെൻ്റെ സൈഡ് ബോണസ് 80 രൂപ അവൈലബിൾ ആണ്. ഇതിൽ വെൽഫെയറിൽ വേറെ പുതിയ പ്ലാനുകൾ വരുമ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇൻഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക.
ഇത് അക്കൗണ്ട് എന്ന സെക്ഷനാണ്. ഇതിൽ ഹെൽപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലെ കസ്റ്റമർ സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റീചാർജ് ചെയ്ത തുക വാലറ്റിൽ ആഡ് ആയില്ലെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ അവർ ഹെൽപ്പ് ചെയ്യും. ബാങ്ക് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. മൈ ഓർഡറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്ലാനുകൾ കാണിക്കും. നിങ്ങൾ എൻ്റെ ലിങ്കിൽ കയറി ഞാൻ പറയുന്ന പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പേജ്, അതായത് അക്കൗണ്ട് എന്നുള്ള പേജും മൈ ഓർഡേഴ്സ് എന്ന പേജും എനിക്ക് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും എനിക്ക് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ ID ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് എൻ്റെ സൈഡ് ബോണസ് അയക്കുന്നതാണ്. ടെലിഗ്രാം എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതാണ് ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഇതിൽ പുതിയ പ്ലാനുകളോ അല്ലെങ്കിൽ ലിങ്ക് റീസെറ്റ് ചെയ്താലോ ഇതിലാണ് വരിക. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൺഫേം ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ഇൻവിറ്റേഷൻ ലിങ്ക് കോപ്പി ചെയ്ത് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് അവരെ നിങ്ങളുടെ താഴെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. പുതിയ പ്ലാനുകൾ പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ ആരെയെങ്കിലും ഇൻവൈറ്റ് ചെയ്താലും നമുക്ക് ഇതിൽ ലക്കി ഡ്രോ ഓപ്ഷൻ ഓപ്പൺ ആകും. അതിൽ ലക്കി ഡ്രോ ചെയ്ത് ഒരു എമൗണ്ട് അതിൽ കിട്ടും. അത് റീചാർജ് വാലറ്റിലാണ് ആഡ് ആകുന്നത്. നമുക്ക് ഏതെങ്കിലും പുതിയ പ്ലാനുകൾ വന്നാൽ നമുക്ക് ആ എമൗണ്ട് വെച്ച് പ്ലാൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. 9 രൂപ, 19 രൂപ, 79 രൂപ, 179 രൂപ വരയ്ക്കും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇൻവിറ്റേഷൻ റിവാർഡ്സ് നോക്കാം. ടാസ്ക് റിവാർഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര പേരെ ഇൻവൈറ്റ് ചെയ്താൽ എത്ര രൂപ വെച്ചിട്ട് കിട്ടും എന്നത് കാണിക്കുന്നുണ്ട്. ഇതാണ് ടാസ്ക് റിവാർഡ്സ്. 2 പേരെ ജോയിൻ ചെയ്താൽ 100 രൂപ നമുക്ക് ആഡ് ആകും. അതേപോലെ ഡെയിലി ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ 10 രൂപ, ഡെയിലി 5 പേരെ ഇൻവൈറ്റ് ചെയ്താൽ 100 രൂപ, ഡെയിലി 10 പേരെ ഇൻവൈറ്റ് ചെയ്താൽ 250 രൂപ വരയ്ക്കും കിട്ടുന്നുണ്ട്. ഈ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.